ഞങ്ങളുടെ വീട് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഹോം തിയേറ്ററിൻ്റെ ഐഡിയ ഉണ്ടായിരുന്നു. Compared to larger theaters, a lot more peaceful watching it here because I don't have to deal with the noise of other people. ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി തരുന്നതുകൊണ്ട് ഞങ്ങൾ ഫൈനലൈസ് ചെയ്യായിരുന്നു. ഒരു ഡാർക്കും ലൈറ്റും ചേർന്നൊരു നല്ലൊരു കോമ്പിനേഷൻ, ഒരു പോസിറ്റീവ് ഫീലിംഗ് തന്നെയാണ് തോന്നിയത്. എൻ്റെ പേര് സന്തോഷ് സോമശേരം നായർ. ഞാൻ ഇവിടെ കവടിയാർ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞങ്ങളുടെ വീട് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഹോം തിയേറ്ററിൻ്റെ ഐഡിയ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ആർക്കിടെക്ചേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെ പല ഓപ്ഷൻസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ക്ലൈമാക്സ് സിനിമാസിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അനന്തുവിനെയാണ് ഫസ്റ്റ് കണക്ട് ആയത്. ഞങ്ങളുടെ ഡിസ്കഷനും ഞങ്ങളുടെ റിക്വയർമെൻറ്റും ഒക്കെ പുള്ളി ക്ലിയർ ആയിട്ട് ഔട്ട്ലൈൻ ചെയ്ത് തന്നു. ഞങ്ങളുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞങ്ങളുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസും മൂവി എക്സ്പീരിയൻസും വേണമെന്നുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നോക്കിയതിൽ ഞങ്ങൾക്ക് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് തോന്നിയത് JBL ആർക്യാമിൻ്റെ കോമ്പിനേഷനാണ്. അനന്തുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്യായിരുന്നു. ഹോം തിയേറ്ററിൻ്റെ ഡിസൈനിൻ്റെ റിക്വയർമെൻറ്റ് അനന്തുവിൻ്റെ കൊടുത്തപ്പോൾ അനന്തു ഒരു 2-3 ഓപ്ഷൻസ് തന്നിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ കുറച്ച് ട്രഡീഷണൽ രീതിയിലായിരുന്നു. അതിനെക്കാട്ടി ഞങ്ങൾക്ക് താല്പര്യം ഒരു മോഡേൺ രീതി, ഒരു കോമ്പിനേഷൻ, അതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഫൈനലി ഈ ഒരു കളർ കോമ്പിനേഷനാണ് നമുക്ക് ഇഷ്ടമായത്. ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി തരുന്നതുകൊണ്ട് ഞങ്ങൾ ഫൈനലൈസ് ചെയ്യായിരുന്നു. ഒരു ഡാർക്കും ലൈറ്റും ചേർന്നൊരു നല്ലൊരു കോമ്പിനേഷൻ, ഒരു പോസിറ്റീവ് ഫീലിംഗ് തന്നെയാണ് തോന്നിയത്. സാറ് ഡിസൈൻ ആസ്പെക്റ്റിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് പറയേണ്ടത് നമുക്ക്, അതായത് അദ്ദേഹത്തിന് സജഷൻ ഉണ്ടായിരുന്നു, ഒരു പോസിറ്റീവ് ഫീൽ നൽകുന്ന ഒരു കളർ വേണം അദ്ദേഹത്തിന് തിയേറ്ററിന്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന ഒരു ക്രീം പ്ലസ് ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ കൊണ്ടുവന്ന് ഈ ഒരു ഡ്യുവൽ ടോണിൽ തീർത്തൊരു കളറാക്കി നമ്മൾ തിയേറ്ററാക്കി മാറ്റിയെടുത്തത്. ഡ്യുവൽ ടോൺ എന്ന് പറയുന്നതിലുപരി നമുക്ക് ഒരു ട്രൈ കളർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. സീലിംഗിൽ നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ആ സീലിംഗിലെ ബ്ലാക്കിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഗാലക്സി ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും ഒരു മൂവി ആസ്വദിക്കുന്ന സമയത്ത് ആ ലൈറ്റ്സ് കാണുക എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഒരു മൂവി ഫീൽ തന്നെയാണത്. വാൾസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 സൈഡിലായാലും നമ്മൾ അലുമിനിയം പ്രൊഫൈൽ ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതും വാം ടോൺ തന്നെയാണ്. ഈ ഡിസൈൻ്റെ എടുത്ത് പറഞ്ഞൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സീലിംഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ താഴേക്ക് ഇറങ്ങി നേരെ നമ്മുടെ ഫ്രണ്ടിലേക്ക് പോകുന്ന ആ ഒരു തീം ഷേപ്പാണ്. ആ ഒരു ആരോ ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ആ പോകുന്ന ഒരു ഡിസൈൻ, ഒരു ഒഴുകി പോകുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു തിയേറ്ററിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന അക്വസ്റ്റിക് ഫാബ്രിക്കും അതേപോലെ ഒരു പെറ്റ് പാനലൊരു കോമ്പിനേഷനാണ്. ഈ 2 എലമെൻസും കംപ്രൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഒരു തിയേറ്ററാക്കി മാറ്റിയെടുത്തത്. അപ്പോൾ അറിയാൻ പറ്റും, നമുക്ക് ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കസ്റ്റമൈസേഷൻ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ ഡിസൈൻ ഏതും ആയിക്കൊള്ളട്ടെ, നമുക്കത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അത് തന്നെയാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് എല്ലാവരും നമ്മളോട് പറയുന്നത്. ഈ 2 കളറിനെ കൂടെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഫ്ലോറിൽ അക്വസ്റ്റിക് കാർപ്പറ്റും കൊടുത്തിട്ടുള്ളത്. നമ്മളെല്ലാ തിയേറ്റേഴ്സും പോലെ തന്നെ നമ്മൾ ഈ ഒരു തിയേറ്ററും സൗണ്ട് പ്രൂഫിംഗ് പ്ലസ് ഒരു അക്വസ്റ്റിക് സ്ട്രാറ്റജിയാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ സൗണ്ട് പ്രൂഫിംഗ് പറഞ്ഞ പോലെ നമുക്ക് അൺവാണ്ടഡ് നോയ്സ് പുറത്തുനിന്ന് അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന ഒഴിവാക്കുകയും ചെയ്യും. അക്വസ്റ്റിക്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉള്ളിലത്തെ സൗണ്ട്, ജനറേറ്റ് ആവുന്ന സൗണ്ട് കേൾക്കാനും പറ്റും. അപ്പോൾ എല്ലാ പാരാമീറ്റേഴ്സും ബാക്കി എല്ലാം കണക്കിലെടുത്ത് വേണ്ട സ്ഥലങ്ങളിലെല്ലാം ഡിഫ്യൂസേഴ്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ടർ ലെയർ ഈ കാണുന്ന അക്വസ്റ്റിക് ഫാബ്രിക്കിൽ കവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു മാസീവ് അക്വസ്റ്റിക് ട്രാൻസ്ഫർ 165 ഇഞ്ച് 4K സ്ക്രീനാണ്. എന്തുകൊണ്ടും ഒരു നോർമൽ മൂവി തിയേറ്ററിലെ പോലെ തന്നെ നമുക്ക് നല്ലൊരു ഡയമെൻഷനുള്ള റൂം കിട്ടിയതുകൊണ്ട് ഫ്രണ്ടിൽ സ്ക്രീൻ മാത്രമാക്കി അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സ്ക്രീൻ നമ്മൾ കുറച്ച് ലിഫ്റ്റ് ചെയ്ത് നമുക്ക് ആ സീറ്റിംഗ് പൊസിഷനും ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും നമ്മൾ റേസബിൾ അടിച്ചതിന് ശേഷമാണ് നമ്മളൊരു വ്യൂവിങ് ആംഗിൾ കറക്റ്റാക്കിയിട്ടുള്ളത്. ഈ എല്ലാ എലമെൻസിൻ്റെ ഒപ്പം തന്നെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ 7 മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതും ബ്ലാക്ക് കളർ തന്നെയാണ്. ബാക്ക് വാളിലായിക്കോട്ടെ നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് പെറ്റ് പാനൽസ് കാണാം. അതിനോടൊപ്പം തന്നെ ആ ഒരു പ്രീമിയം ഫിനിഷിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഗോൾഡൻ സ്ട്രിപ്സും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ഈ കാണുന്നൊരു മനോഹരമായ ഒരു തിയേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീട് ഈ ഫസ്റ്റ് ഒരു സ്റ്റേജിൽ വന്നപ്പോൾ തന്നെ പ്ലാൻ വരച്ചപ്പോൾ 3ാമത്തെ നിലയിൽ ഒരു വശം ഫുള്ള് ഒരു ഓപ്പൺ ടെറസ് രീതിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആർക്കിടെക്ട് പറഞ്ഞതൊരു സ്വിമ്മിംഗ് പൂള് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പിന്നെ ആലോചിച്ചപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ 1-2 വീടുകളിൽ ഹൗസ് വാമിങ്ങിനൊക്കെ പോയപ്പോൾ ഈ ഹോം തിയേറ്റർ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഒരു ഹോം തിയേറ്റർ ചെയ്താലോ, എന്തായാലും ഇത്രയും സ്പേസ് നമുക്ക് ഓപ്പൺ സ്പേസ് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലൊരു ഹോം തിയേറ്റർ ചെയ്താലോ എന്ന് പറഞ്ഞു. അനന്തുമായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു റിക്വയർമെൻ്റ് ഉണ്ടെങ്കിലോ, ഇപ്പം ഞാനിവിടെ അല്ല, പുറത്താണ് വർക്ക് ചെയ്യുന്നത്, അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ ടീം റീച്ചബിളാണ്. നമ്മളൊരു റിക്വയർമെൻറ്റ് പറഞ്ഞാൽ തന്നെ അവരത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനും അക്കോമഡേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒറിജിനൽ ഡിസൈനിൻ്റെ അതേ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയതും. വർക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ടീം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മൾ എന്ത് റിക്വയർമെൻറ്റ് പറഞ്ഞാലും അത് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്.
പിന്നെ അവരുടെ ഇൻപുട്സും ഭയങ്കര കാര്യം നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ അവരിങ്ങനെ അഡ്വൈസ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഈ ഡിസൈൻ ആസ്പെക്റ്റും എല്ലാം എസ്തെറ്റിക്കും എല്ലാം നമ്മൾ കേട്ടു. ഇനി നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഡിസ്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെ വരുന്നത് 7.1.4 എന്ന കോൺഫിഗറേഷനാണ്. ഫ്രണ്ടിൽ 3 സ്പീക്കേഴ്സ് LCR വരുന്നത് JBL SCL6 എന്ന് പറഞ്ഞ മോഡലാണ്. അത് അവരുടെ സിന്തസിസ് റേഞ്ചിൽ 2.5A റേഞ്ച് വരുന്ന ഒരു മോഡലാണ്. പിന്നെ ബാക്കിൽ 4 സറൗണ്ട് കൊടുത്തേക്കുന്നത് NHTൻ്റെ AAW എന്ന് പറഞ്ഞാൽ 5.5 ഇഞ്ച് വരുന്ന സ്പീക്കേഴ്സാണ്. പിന്നെ നമുക്ക് മേളിൽ നോക്കിക്കഴിഞ്ഞാൽ 4 സ്പീക്കേഴ്സ് കാണാൻ പറ്റും. അതെല്ലാം JBLൻ്റെ Arena 6IC എന്ന മോഡലാണ്. ഇത് മൊത്തം പവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ആർക്കാമിൻ്റെ AVR5 എന്ന മോഡലാണ്. അതിൽ നിന്ന് 4 ഫ്രീ ഔട്ട് നമ്മൾ PA410 എന്ന് പറഞ്ഞ ആംപ്ലിഫയറിലേക്ക് പോയിട്ടാണ് നമ്മൾ അറ്റ്മോസിലേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സബ് വൂഫർ വരുന്നത് 12 ഇഞ്ചിൻ്റെ വെല്ലിൻ്റെ HT1205 എന്ന മോഡലാണ്. അതിന് 500 വാട്ട്സ് പവറും അതൊരു സീൽഡ് സബ് വൂഫർ കോൺഫിഗറേഷനിലാണ് വന്നിരിക്കുന്നത്. സോ ഓവറോൾ ഈ ഒരു റൂമിൻ്റെ ഡയമെൻഷൻ അനുസരിച്ച് ഇതൊരു ഗോൾഡൻ റേഷ്യോയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് വെല്ലുണ്ടാവുന്ന തിയേറ്ററിനാണ് നമുക്ക് ഒരു ഗോൾഡൻ റേഷ്യോയിൽ കിട്ടിയിട്ടുള്ളൂ. അതിൽ മാക്സിമം നമുക്ക് ഈ സ്പീക്കർ വെച്ച് ഈ റൂമിന് വേണ്ടി നമുക്ക് ഒരു ഹോം തിയേറ്റർ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് നമ്മൾ ഈ ഒരു സ്പീക്കേഴ്സ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പിന്നെ പ്രധാനമായിട്ട് 2 വിഷ്വൽ യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് സ്ക്രീനും പിന്നെ പ്രൊജക്ടറും. നമുക്കൊരു തിയേറ്ററിൽ പ്രൊജക്ടറിൻ്റെയും സ്ക്രീനിൻ്റെയും ഇമ്പോർട്ടൻസ് പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം. ഇവിടെ വന്നേക്കുന്നത് ഒരു മാസീവ് 165 ഇഞ്ചിൻ്റെ L8 അക്കോസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് സ്ക്രീനാണ്. കാരണം സ്പീക്കേഴ്സ് എല്ലാം ബാക്കിലാണ്. അതിനനുസരിച്ച് നമുക്ക് ശരിക്കും തിയേറ്ററിൽ ഇരിക്കുന്നതുകൊണ്ട് സ്ക്രീനിൻ്റെ ബാക്കിലൊന്നും കാണാണ്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലൊന്നും കാണാണ്ട് നമുക്ക് കൃത്യമായിട്ട് സ്ക്രീൻ മാത്രം കാണാവുന്ന രീതിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ മാസീവ് സ്ക്രീനിലേക്ക് നമുക്ക് വിഷ്വൽസ് വരുന്നത് സോണീൻ്റെ VPL XW5000ES എന്ന് പറഞ്ഞ ഒരു XSRD പ്രൊജക്ടറാണ്. ഒരു നോർമൽ DLP പ്രൊജക്ടറാണ് നമ്മളെപ്പോഴും കേൾക്കാറ്. ഇതിൻ്റെ ടെക്നോളജി കുറച്ചുകൂടി വേറെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് DLPയിൽ വരുന്ന പോലെ ആർട്ടിഫാക്ട്സും ഇതൊന്നും അതുമല്ല. നമ്മളിവിടെ മീഡിയ പ്ലെയർ കൊടുത്തിരിക്കുന്നത് Apple TV 4K ആണ്. നമ്മൾ ഒട്ടുമിക്ക തിയേറ്ററിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഒട്ടുമിക്ക തിയേറ്ററിലും Apple TV 4K തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഒരു പ്രൈസ് ടു പെർഫോമൻസ് നോക്കുമ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ അറ്റ്മോസ് കണ്ടൻറ്റ് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ ഡീകോഡ് ചെയ്തിട്ട് വേണം AVRക്ക് സ്പീക്കറിലേക്ക് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ AVRന് കുറച്ചുകൂടി സിമ്പിളായിട്ട് അങ്ങനെ ഒരു സിഗ്നൽ പ്യുവറായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് മാക്സിമം എഫക്റ്റ് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ടു പെർഫോമൻസ് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് Apple TV 4K തന്നെയാണ്. പിന്നെ ഒരു എക്സ്റ്റേണൽ ഡിവൈസിൻ്റെ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് Apple TV 4K. My name is Surya Narayan. I am studying in class 12. This is the first time among any of my friends that I am seeing a home theatre. When my friends visited here, they also enjoyed watching it here. When I watched the movie Bullet Train here, the sound effects were great and the atmosphere as well. And compared to larger theatres, a lot more peaceful watching it here because I don't have to deal with the noise of other people. Overall, I really enjoyed watching it here. Thanks to Climax Cinemas for providing this wonderful experience. പിന്നെ ഒരു പോയിന്റ് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ സൈറ്റിൽ വന്ന് വർക്ക് ചെയ്തതിൽ സഞ്ജയ്, ജിബിൻ, ജസീൽ അവരൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു. പിന്നെ അവരുടെ ഫുൾ ടീം തന്നെ നല്ല പ്രോപ്പർ കോർഡിനേഷൻ ആയിരുന്നു. അത് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ട്. കാര്യം എനിക്ക് ഈ സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയില്ലായിരുന്നു ഹോം തിയേറ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവരെ. അപ്പം ഇത് ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങിയ സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കി. പക്ഷേ എന്നാലും ഈ കാലിബ്രേഷൻ ഒന്നും എനിക്ക് അധികം അറിയില്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് തിയേറ്ററിൽ പോയി കാണുന്നത് ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്കിവിടെ വന്നിരുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് കാലിബ്രേഷൻ വന്നപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ടീം നല്ല പ്രൊഫഷണൽ ആയതുകൊണ്ട് അവരതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ റിക്വയർമെൻറ്റ് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരത് ക്ലിയർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ അഡീഷണലി നമുക്ക് വേറെ ഒബ്സർവേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാം നന്നായിരുന്നു. എൻ്റെ പേര് സൗപർണിക സന്തോഷ് എന്നാണ്. ഞാൻ 6th പഠിക്കുന്നത്. എൻ്റെ ഹൗസ് വാമിങ്ങിന് എൻ്റെ എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സും വന്നായിരുന്നു. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോം തിയേറ്റർ ആയിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ സുമതിവളവും ഗുരുവായൂർ അമ്പലടയും ഈ തിയേറ്ററിൽ കണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ ഭയങ്കര മിസ്സായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് മാത്രം, ആരും എന്നെ കൊണ്ടുപോകാനില്ലായിരുന്നു. സോ ഇപ്പോൾ ഈ തിയേറ്റർ വന്നുകൊണ്ട് എനിക്കിപ്പോൾ എപ്പോൾ വേണോ കാണാം. അതുകൊണ്ട് എനിക്ക് ഈ തിയേറ്റർ വളരെ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാ സ്പീക്കറും ഇതിൻ്റെ സിസ്റ്റവും ഇതിൻ്റെ AVRും എല്ലാം പരിചയപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ JBL സിന്തസിസിൻ്റെ എക്സ്ക്ലൂസീവ് സിസ്റ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എറണാകുളത്ത് ക്ലൈമാക്സ് സിനിമാസിൻ്റെ ഷോറൂമിൽ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ആരെങ്കിലും ഇങ്ങനെ ഒരു ഹോം തിയേറ്ററിൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ ക്ലൈമാക്സ് സിനിമാസിനെ അപ്രോച്ച് ചെയ്യണമെന്നാണ് ഞങ്ങളുടെയും റിക്വസ്റ്റ്. കാര്യം അവർ വളരെ പ്രൊഫഷണൽ രീതിയിലാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും.